السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാൻ മാസത്തിലെ ഈ ആദ്യ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയനുസരിച്ച് ഈ റമദാൻ മാസവും അതിലെ ഇബാദത്തുകളും അനുഷ്ഠിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി അനുഭവിക്കുവാൻ സാധിച്ചു എന്നത് അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. റമദാനിനെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത് റമദാനിനെ മുസ്ലിം ലോകം വരവേൽക്കുന്നു, റമദാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മളേറെ സ്നേഹിക്കുന്ന ഒരു വിരുന്നുകാരനെ, ഒരു അതിഥിയെ സ്വീകരിക്കുന്ന താൽപ്പര്യത്തിലും ജാഗ്രതയിലും ആവേശത്തിലുമാണ് നമ്മൾ ഈ റമദാൻ മാസത്തെ സ്വീകരിക്കുന്നതും കാത്തിരിക്കുന്നതും. റമദാനിനോടുള്ള സ്നേഹവും റമദാൻ അനുഭവിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ, സ്വഹാബിമാരും താബീയങ്ങളും സലഫു സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ റമദാനിലെ കാത്തിരിക്കുകയും റമദാനിലേക്ക് ആയുസ് നീണ്ടുകിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അൽഹംദുലില്ലാ, നമുക്ക് ഈ റമദാനിൽ എത്തിച്ചേരാൻ സാധിച്ചു. ഈ സൗഭാഗ്യത്തെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ റമദാൻ മാസത്തിലേക്ക് എത്താൻ കഴിയാതെ മരണപ്പെട്ടു പോയ ആളുകളുടെ അവസ്ഥ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലാഹു തആലയാണ് ആയുസ് നിശ്ചയിക്കുന്നത്, അല്ലാഹു തആലയാണ് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്നത്. അത് അതിൻ്റെ കണക്കനുസരിച്ച് നീങ്ങുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം പോരിശകൾ, ഫضലുകൾ, അനുഗ്രഹങ്ങൾ നൽകിയ ഒരു കാലം വേറെയില്ല. റമദാൻ മാസത്തിലെ എല്ലാ അമലുകൾക്കും എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. ആ ഇരട്ടി പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം അതിൻ്റെ നിയ്യത്തുണ്ടാവണം. ഏതൊരു അമലും അല്ലാഹു തആല സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അപ്പോൾ നാം ആദ്യം ചെയ്യേണ്ട കാര്യം താൽപ്പര്യപൂർവ്വം ഇഷ്ടത്തോടുകൂടി റമദാനിനെ സ്വീകരിക്കാൻ, റമദാനിലെ നോമ്പും മറ്റ് ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുന്നതായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. റമദാൻ മാസം നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയാണ്, നോമ്പെടുക്കുകയാണ്. നോമ്പ് നമ്മെ മുഴുവനായും നിയന്ത്രിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരാരാധനയാണ്. മറ്റ് പല ആരാധനകൾക്കും ഇല്ലാത്ത കുറേ പ്രത്യേകതകൾ നോമ്പിലുണ്ട്. നോമ്പിന് നമ്മുടെ ശരീരം ക്ഷീണിക്കും. നോമ്പിന് നമ്മൾ സമയം കണക്കാക്കി അതിനൊരുങ്ങിയിരിക്കണം. നോമ്പിൽ അല്ലാത്ത കാലത്തേക്കാൾ ഏറെ സമയനിഷ്ഠ പാലിക്കണം. സമയം നോക്കണമല്ലോ, നോമ്പ് നോൽക്കാനായോ, നോമ്പ് തുറക്കാനായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതലൊരു ജാഗ്രതയിൽ, കൂടുതലൊരു ശ്രദ്ധയിൽ കഴിയേണ്ട കാലമാണ് ഈ നോമ്പ് കാലം. ഈ നോമ്പിന് നമുക്ക് എല്ലാ സന്തോഷവും ഉണ്ടെങ്കിലും ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഒന്ന്, നാട് എങ്ങോട്ട് നീങ്ങുന്നു എന്നത് ഓരോ ദിവസവും നാം കാണുന്ന, നാം കേൾക്കുന്ന, വായിക്കുന്ന വാർത്തകൾ നമ്മെ നടുക്കുന്ന വിധത്തിലാണ്. കാരണം ഒരു ധാർമ്മികതയും ഇല്ലാതെ, ഒരു നിയമവും പാലിക്കാതെ നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ പിടുത്തം വിട്ടുപോയിരിക്കുന്നു. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു. അതുപോലെ തന്നെ മദ്യം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇത് ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത വിധത്തിലാണ് വ്യാപിക്കുന്നത്. അത് തുടക്കത്തിൽ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരും ഗൗരവമായി എടുത്തില്ല. നമ്മുടെ മതപണ്ഡിതന്മാരും മതസംഘടനകളും
പള്ളിയിലെ ഖത്തീബുമാരുമൊക്കെ ഇതടിക്കടി സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മദ്രസാ പുസ്തകങ്ങളിൽ ഈ വിഷയം അതിൻ്റെ ഗൗരവം പറയുന്നുണ്ട്. നമ്മുടെ മതപ്രഭാഷണങ്ങളിലുണ്ട്, ഒക്കെയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും സമൂഹത്തിൻ്റെ ഒരു പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുഭാവമായ ഒരു സമീപനവും ഇല്ലാതെയായപ്പോൾ എന്തുമാവാം, എവിടെയുമാവാം, ഏത് രൂപത്തിലുമാവാം എന്ന വിധത്തിലേക്ക് പോവുകയും അവസാനം നമ്മുടെയൊക്കെ കുഞ്ഞുമക്കൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ അടിപിടി കൂടി മരണപ്പെടുന്ന അവസ്ഥയിൽ വരെ എത്തി. ആ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച് ആലോചിക്കാൻ ആർക്കും, വേണ്ടപ്പെട്ടവർക്ക് സമയവും ഇല്ല. എന്നോട് പലരും പറയാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ മതവും മതപ്രഭാഷണവും മതപണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിട്ട് എങ്ങനെ ഈ രൂപത്തിൽ ആയിപ്പോയി എന്ന്. അത് നമുക്ക് മറുപടിയുണ്ട്. മതരംഗത്തുള്ള ആളുകൾ വളരെ കൃത്യമായി ബോധവൽക്കരണം നടത്തുന്നുണ്ട്. മതസ്ഥാപനങ്ങൾ വളരെ ജാഗ്രതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഖുത്ബകളിൽ പറയുന്നുണ്ട്, മതപ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഇത്രയെങ്കിലും ആയി നിലനിൽക്കുന്നത് ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം ഇല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇനിയും എത്രയോ അപകടകരമായ രൂപത്തിലേക്കായിരിക്കും നീങ്ങിക്കൊണ്ടിരിക്കുക എന്നതാണ്. പിന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കുള്ള ഈ ഒരു വിഷമം, ഈ ഒരു സങ്കടം ഇങ്ങനെ പോയാൽ, ഇപ്പം നമ്മൾ ടൂറിസത്തിൻ്റെയും അതുമാതിരി രാജ്യത്തിൻ്റെ പ്രചാരണത്തിൻ്റെയും ഒക്കെ ആവശ്യത്തിന് പറയും നമ്മുടെ കേരളത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതെല്ലാം ദൈവികമാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ്, ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പേര് നൽകിയവർ ഉദ്ദേശിച്ചത് അതാണ്. അത് പോയിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടുക്കുന്ന വാർത്തകൾ വന്നപ്പോൾ പറയാൻ തുടങ്ങി ഇത് ചെകുത്താൻ്റെ സ്വന്തം നാടാണ്, ചെകുത്താന്മാരുടെ നാടാണ് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു എന്ന്. ഇവിടെ ഈ റമദാൻ മാസത്തിൽ ഒരു കാര്യവും കൂടി എനിക്ക് ബോധിപ്പിക്കാനുള്ളത്, നമ്മുടെ ഒരു ശ്രദ്ധ, ഒരു കണ്ണ് നമ്മുടെ കുട്ടികളുടെ മേലുണ്ടാവണം. അവർ പള്ളിയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ കാണാനാണ് പോകുന്നത്, അവരുടെ സ്കൂളിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് തന്നെയാണോ പോണത്, ആ പോയി വരുന്നതിനിടയിൽ അവരെവിടെയാണ് എത്തിപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധയും അന്വേഷണവുമൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഒരു സങ്കടം ഇതാണ്, നമ്മുടെ ജീവിതം ആകെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നാട് നീങ്ങുന്നു. നാട് നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സാഹചര്യം അങ്ങോട്ട് നീങ്ങുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും ബന്ധപ്പെട്ട ആളുകളിലുമൊക്കെ ഇത് വ്യാപിക്കാൻ വളരെ അടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ വളരെ കരുതലുകൾ ഉണ്ടാകണം. ആണ് ഒരു സങ്കടത്തിൻ്റെ കാര്യം പറഞ്ഞത്. മറ്റൊന്ന്, ഈ റമദാൻ മാസത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന, ആലോചിക്കുന്ന വലിയൊരു സങ്കടം, അവരുടെ ആരാധനാലയങ്ങളും അവരുടെ സ്വത്തുക്കളും ഒക്കെ കൊള്ളയടിക്കാൻ പറ്റിയ രൂപത്തിലേക്ക് വഖഫ് ഭേദഗതി നിയമം അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നു. പാർലമെന്റിൽ കൊണ്ടുവന്നത് അതാണ്. മാർച്ച് 10-ാം തീയതി ഇന്ത്യയിലെ എല്ലാ പ്രമുഖ മുസ്ലിം സംഘടനകളും വലിയ സ്ഥാപനങ്ങളും വലിയ പണ്ഡിതന്മാരും അണിനിരക്കുന്ന ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ വലിയ ഒരു പ്രതിഷേധം നടക്കാൻ പോവുകയാണ്. ആ പ്രതിഷേധം യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്തെയും ഇവിടെയുള്ള മതസ്വാതന്ത്ര്യത്തെയും ഒക്കെ നിഷേധിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റത്തിനെതിരെ, ഭരണാധികാരികളുടെ ആ ഒരു അക്രമത്തിനെതിരെ ബോധവൽക്കരണം നടത്താനും നമ്മുടെ പ്രതിഷേധം അറിയിക്കാനും ഉള്ള സംഗതിയാണ്. അപ്പോൾ അതും ഈ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന വലിയ ഒരു സങ്കടമാണ്. അതിനേക്കാളേറെ വലിയ ഒരു സങ്കടമാണ് പിറന്ന നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടി, സ്വന്തം രാജ്യത്ത് ജീവിക്കുവാൻ വേണ്ടി പടപൊരുതി മരിക്കുന്ന ഫലസ്തീനിലെ ജനത. 1948 മുതൽ 7 പതിറ്റാണ്ട് കാലം അവർ പൊരുതുകയാണ്. 2-3 തലമുറകൾ വെളിയിൽ, ടെന്റുകളിൽ, മറുനാടുകളിൽ ജീവിച്ച് ജനിച്ച് മരിച്ച് വളർന്ന് കൊണ്ടിരിക്കുകയാണിപ്പോൾ. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മർദ്ദിതരാണ് എന്നും അവരെ സാമ്രാജ്യത്വം ആക്രമിച്ചതാണ് എന്നും
അതുകൊണ്ട് മനസ്സാക്ഷിയുള്ള മനുഷ്യർ ഫലസ്തീനികളോടൊപ്പം നിൽക്കണമെന്നും പറയാനെങ്കിലും നമുക്ക് സാധിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിൽ പൊരുതുന്ന സമൂഹത്തിന് ഒരു രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും റമദാൻ മാസത്തിലെ മര്യാദകളെക്കുറിച്ചും നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സമയമാണിത്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെ പറയുന്നത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട പ്രധാന സംഗതികളാണ്. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനം 5 കാര്യങ്ങളാണല്ലോ: ഷഹാദത്ത്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഈ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്ന് പറയുന്ന ഇത് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളാണ്. പഞ്ചസ്തംഭങ്ങൾ എന്ന് പറയും. 5 തൂണുകളാണ്. തൂണുകൾ മാത്രമല്ലല്ലോ ഒരു കെട്ടിടം. ആ തൂണുകളുടെ മുകളിൽ പടുക്കപ്പെടുന്നത് എന്ത്? അതാണ് കെട്ടിടം. ഇതിൻ്റെ അടിസ്ഥാനമാണ്. അപ്പം അതിലൊന്നായ ഈ നോമ്പ് അത് എത്രത്തോളം ശക്തമാണ്, അതിനനുസരിച്ചായിരിക്കും ഇതിന് മുകളിൽ പടുക്കപ്പെടുന്ന ഇസ്ലാം എന്ന കെട്ടിടം. നോമ്പ് ശക്തമാകണമെങ്കിൽ എന്തിനാണ് നോമ്പ് എന്നറിയണം. എന്തിനാണ് നോമ്പ്? അതൊരു ഉപവാസം, ഒരു വ്രതം, ഒരു നോമ്പ്, ഒരു പട്ടിണിക്കാലം എന്ന നിലക്കായാൽ അത് അതിൻ്റെ ഭൗതികമായ ഒരു ചിത്രം മാത്രമാണ്. ഏത് അമലുകൾക്കും ഉണ്ടാകും ഭൗതികമായും ആന്തരികമായുമുള്ള 2 ഭാവങ്ങൾ. ഇപ്പം നോമ്പിൻ്റെ ഭൗതികമായ രൂപം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, വെള്ളം കുടിക്കാതിരിക്കുന്നു, സുബഹി മുതൽക്ക് മഗ്രിബ് വരെ ഒരു നീണ്ട സമയം, 12 മണിക്കൂറോ അതിലധികമോ സമയം നമ്മൾ മുഴുപട്ടിണിയിലാണ്, പച്ചവെള്ളം പോലും കുടിക്കാതെ. ഇത് നോമ്പെടുത്ത് എല്ലാവരും ചെയ്യുന്നതാണ്. നോമ്പെടുത്ത് ആരും വെള്ളം കുടിക്കില്ല, ആരും ഭക്ഷണം കഴിക്കില്ല. എന്നാൽ അതിൻ്റെ ഒരു ആന്തരിക ഭാവമുണ്ട്, അതിൻ്റെ ആത്മീയ ഭാവം എന്ന് പറയാം. അതെന്താ? അത് മനുഷ്യൻ്റെ മനസ്സിൽ ഈ നോമ്പുണ്ടാക്കുന്ന മാറ്റവും ഈ നോമ്പ് കൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന പരിവർത്തനങ്ങളുമാണ്. അതെന്താണ്? അത് മനുഷ്യൻ്റെ സംസാരത്തിൽ, മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ, മനുഷ്യൻ്റെ ഇടപാടുകളിൽ, മനുഷ്യൻ്റെ മൊത്തം ജീവിതത്തിൽ നോമ്പ് ഉണ്ടാക്കുന്ന മാറ്റം. അതാണ് ഇപ്പം നമ്മൾ ആളുകളോട് പറയേണ്ടത്. മറ്റത് പറഞ്ഞില്ലെങ്കിലും ആരും നോമ്പെടുത്താൽ പിന്നെ വെള്ളം കുടിക്കില്ല, ആരും ഭക്ഷണം കഴിക്കില്ല, അതങ്ങനെ ആയി, എല്ലാവർക്കും അറിയാം. എന്നാൽ നോമ്പെടുത്ത മനുഷ്യർ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, നോമ്പിനെ ദുർബലപ്പെടുത്തും എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതെന്ത് എന്ന് നമ്മൾ അറിയണം. ഒരാൾ നോമ്പിലായാലും നോമ്പല്ലെങ്കിലും ഈ ഭക്ഷണം, പാനീയം, ആ ഒരു വിഷയം ഒഴിച്ചാൽ ബാക്കി ഒരേ മാതിരിയാണെങ്കിലോ, വർത്തമാനം പറയുന്നത്, പെരുമാറുന്നത്, സമ്പാദിക്കുന്നത്, ഇടപാടുകൾ, സമയം ചെലവഴിക്കുന്നതൊക്കെ നോമ്പിൻ്റെ മുമ്പുള്ള മാതിരി തന്നെയാണ് നോമ്പ് കാലത്തെങ്കിൽ അയാളുടെ നോമ്പിൻ്റെ ആത്മീയത, ആ നോമ്പിൻ്റെ ആന്തരിക ഭാവം അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാങ്കേതികമായി അയാൾ നോമ്പുകാരനായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടാവില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പുകാരനായ ഒരാൾ മോശമായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു, അവൻ പിന്നെ പട്ടിണി കിടക്കണമെന്ന്, ദാഹിച്ചു കഴിയണമെന്ന് അള്ളാഹ്ക്ക് യാതൊരു ആവശ്യവുമില്ല. നോമ്പെടുത്തിട്ട് ചീത്ത വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കണം എന്ന് അള്ളാഹ്ക്ക് യാതൊരു ആവശ്യവും ഇല്ല. കാരണം എന്താണെന്നറിയോ? അല്ലാഹു തആല നോക്കുന്നത്, ഇന്നല്ലാഹ ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ശരീരം, ഇതിലേക്കൊന്നുമല്ല അള്ളാഹ് നോക്കുക. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹ് നോക്കുക. വഅമാലിക്കും, നിങ്ങളുടെ അമലിലേക്കും. അപ്പോൾ ഹൃദയത്തിൽ എന്ത് എന്നതാണ്. ഹൃദയത്തിൽ എന്ത് എന്നുള്ളതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, പകൽ സമയം. എന്തുകൊണ്ട് കഴിക്കുന്നില്ല? നോമ്പിന് ഈ സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചതാണ്. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കാത്തത്. ശരി, അങ്ങനെയാണെങ്കിൽ നോമ്പ് നോറ്റുകൊണ്ട് കളവ് പറയുന്നതോ, നോമ്പ് നോറ്റുകൊണ്ട് വൃത്തികേടുകൾ സംസാരിക്കുന്നതോ, അതും അല്ല വിലക്കിയതാണല്ലോ. പക്ഷേ അതിങ്ങോട്ട് മനസ്സിൽ വരുന്നില്ല. അപ്പം പകുതി മാത്രം അല്ലെങ്കിൽ കുറച്ചു മാത്രം സ്വീകരിക്കുകയും ബാക്കിയുള്ളതിനെ അവഗണിക്കുകയും ചെയ്യുന്നു.
ഷണ്ട കൂടിയാൽ പോലും നോമ്പുകാരൻ ഉന്നതമായൊരു സംസ്കാരം, ഒരു സ്വഭാവം, ആ സ്വഭാവത്തോടു കൂടിയേ പെരുമാറാൻ പാടുള്ളൂ എന്നാണ്. ആരോടും ഷണ്ട കൂടരുത്, ചീത്ത വാക്ക് പറയരുത്. എന്നാലും ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് വഴക്ക് പറഞ്ഞാലോ, ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചാലോ, അങ്ങനെയും ഉണ്ടാകാമല്ലോ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലല്ലേ. അങ്ങനെയുണ്ടായാൽ അവൻ ചെയ്യേണ്ടത് ഞാൻ നോമ്പെടുത്ത ആളാണ് എന്ന് പറഞ്ഞേച്ചാൽ മതി എന്നാ. ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ മതി. അതിൽ നിന്ന് മറ്റോ മനസ്സിലാക്കണം, നോമ്പെടുത്ത മനുഷ്യന് ചില നിയന്ത്രണങ്ങളുണ്ട്, അവന് ചില പരിധികളുണ്ട്, അവന് സംസാരിക്കാനും പെരുമാറാനുമൊക്കെ ചില അതിർത്തികളുണ്ട് എന്ന് ആൾക്ക് മനസ്സിലാവും. ഞാൻ നമ്മുടെ ഈ പള്ളിയിൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് റമദാൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ ഈ ഹദീസ് പറഞ്ഞു. മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തും ഫി അൻ യദഅ തആമഹു വ ശറാബഹു. ഏതൊരാൾ ചീത്ത വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ലയോ അവൻ പിന്നെ ഭക്ഷണം ഉപേക്ഷിക്കണമെന്നോ വെള്ളം ഉപേക്ഷിക്കണമെന്നോ അള്ളാഹുവിന് യാതൊരു ആഗ്രഹവുമില്ല, യാതൊരു ആവശ്യവുമില്ല എന്ന് കരുതണം. എന്നിട്ട് ഞാൻ ഇതും കൂടി വിശദീകരിച്ചു. ഏതെങ്കിലും ഒരാളെ ഉപദ്രവിച്ചാൽ, ഒരാളെ ചീത്ത പറഞ്ഞാൽ ഇന്നീ സായിമുൻ, എനിക്ക് നോമ്പാണേ എന്ന് പറയണം എന്ന്. അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. അടുത്ത ആഴ്ച ഞാനിവിടെ വന്നപ്പോൾ ഒരു സുഹൃത്ത് കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ഖുതുബകളൊക്കെ പല ആളുകളും വളരെ ശ്രദ്ധിച്ച് ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ നോക്കുന്നതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, മൗലവി കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ആരെങ്കിലും മോശം വാക്ക് പറഞ്ഞാൽ അവനോട് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. എന്നൊരാൾ ചീത്ത പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോമ്പുകാരനാണെന്ന്. എന്നിട്ടോ അപ്പം അയാൾ പറഞ്ഞു ഞാനും നോമ്പുകാരനാണെന്ന്. മനസ്സിലായി? ചീത്ത പറഞ്ഞ ആളും പറയണത് ഞാനും നോമ്പെടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്തു പറയണം എന്നാണ് ഇയാൾക്ക് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു അത് ഹദീസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ എനിക്ക് നോമ്പാന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ആളുകളുടെ അവസ്ഥ എന്താ? ചീത്ത പറഞ്ഞോനും ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് എന്ന നിലക്കാണ്. എന്ത് നോമ്പാണ് ഇന്നത്? ആ അവസ്ഥയിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ശക്തി ഈ ആരാധനക്കുണ്ടാവില്ല. ഖുർആനിൽ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതൊരു പുതിയ സംഭവമല്ല എന്ന നിലക്കാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ആ അറബികൾക്ക് നടപ്പിലാക്കി കൊടുത്ത ഒരു പുതിയ ആരാധനാ രീതിയൊന്നുമല്ല. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ എന്ന് പറഞ്ഞാൽ മുൻ പ്രവാചകന്മാർ മുഖേന ആ സമുദായങ്ങളിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. അതിൻ്റെ സമയവും കാലവും രൂപവും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഒരു നോമ്പ് എന്ന ആരാധന എല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് പറഞ്ഞു എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കാനാണ്. തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ നോമ്പ്. അതിൻ്റെ ഫലം അതാണ്. നോമ്പെടുത്ത് ആളുകൾ ഒരു മാസം ജീവിച്ച് കഴിയുമ്പോൾ ആ നാട്ടിൽ തന്നെ വലിയൊരു മാറ്റം, ആ വീട്ടിൽ തന്നെ വലിയൊരു മാറ്റം, തഖ്വയിലേക്കുള്ള മടക്കം ഉണ്ടാവണ്ടേ? അങ്ങനെ ഉണ്ടാവണം എന്നതാണ് ഖുർആൻ പറയുന്നത്. തഖ്വയെക്കുറിച്ച് നമ്മളിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ് തഖ്വ? അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും അള്ളാഹും റസൂലും നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലുമാണ് തഖ്വ. നമ്മളതിന് മലയാളത്തിൽ സൂക്ഷ്മത എന്ന് പറയും. അപ്പോൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. അത് ചെയ്യാൻ പാടുണ്ടോ, ഇത് ചെയ്യാൻ പാടുണ്ടോ, ഇത് ചെയ്യേണ്ട എന്ന നിലക്ക്. അതിന് പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തഖ്വ? ഒരു മുള്ള് നിറഞ്ഞ വഴിയിലൂടെ ഒരാൾ നടന്നു പോകാൻ വിചാരിക്കുക. താഴെ മുള്ളാണ്, സൈഡിലും മുള്ളാണ്. അതിലൂടെ നടന്നു പോകണമെങ്കിൽ വളരെ കരുതും മുള്ള് തറക്കാതിരിക്കാൻ. കൂർത്ത സാധനങ്ങളുണ്ട് അല്ലേ? നമ്മൾ പോകുമ്പോൾ നമ്മെ ആക്രമിക്കുന്ന, ഉപദ്രവിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ചെകുത്താന്മാരുണ്ട്. നമ്മുടെ ചീത്തയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന, നമ്മുടെ ജീവിതത്തെ നാശമാക്കി കളയുന്ന ദുശക്തികളുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിക്കുമ്പോൾ ഉണ്ടാവേണ്ട സൂക്ഷ്മതയാണ് തഖ്വ എന്ന് പറഞ്ഞത്. അതും തുടങ്ങേണ്ടത് എവിടെന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വ. ഇവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് തഖ്വ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് കാര്യങ്ങളിലും നമ്മുടെ മനസ്സെന്താണോ
മനസ്സിലുള്ളത് എന്താണോ, മനസ്സിൻ്റെ വിചാരം എന്താണോ, അതിനനുസരിച്ചാണ് നമുക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ സന്തുലിതമാണെന്നാണ്, വളരെ പ്രായോഗികമാണ്, വളരെ ശാസ്ത്രീയവുമാണ്, വളരെ മനുഷ്യോപകാരപ്രദവുമാണ്. അതൊക്കെ നമ്മൾ അറിയണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് കാടനാണ്, പ്രാചീനമാണ്, പഴഞ്ചനാണ്, മനുഷ്യത്വത്തിനെതിരാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു ഉദാഹരണം ആർക്കും അതിന് കാണിക്കാൻ കഴിയില്ല. അള്ളാഹുവും റസൂലും നിർബന്ധമാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പഴഞ്ചനാണോ? ഇനി പഴഞ്ചനാണെങ്കിൽ ആ പഴഞ്ചൻ തന്നെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് പ്രാചീനമാണോ? ആ പ്രാചീനമാണെങ്കിൽ ആ പ്രാചീനം ആയിരിക്കും നല്ലത്. മനുഷ്യൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് എവിടെ ബുദ്ധിമുട്ട് തോന്നുന്നുവോ അവിടെ അള്ള തന്നെ ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണണം. ഇസ്ലാം മനുഷ്യനെ ഇടങ്ങേറാക്കാനല്ല. നോമ്പെടുക്കാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾ ഈ മാസത്തിൽ നോമ്പെടുക്കാൻ മിൻകും മരീദൻ ഔ അലാ സഫരിൻ, നിങ്ങൾ ആരെങ്കിലും രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, വേറെ ദിവസങ്ങളിൽ ആ എണ്ണം പൂർത്തിയാക്കിയാൽ മതി. അപ്പോൾ മനുഷ്യന് ഇടങ്ങേറില്ല. ഒരാൾ നോമ്പുകാരനാണോ, ആ നോമ്പ് കാലത്ത് അയാൾക്ക് അസുഖമാണോ എങ്കിൽ നോമ്പ് ഒഴിവാക്കാം, പിന്നെ നോമ്പെടുത്താൽ മതി. ഒരാൾ യാത്രയിലാണോ, യാത്രയിൽ നോമ്പെടുക്കാൻ പ്രയാസമാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം, പിന്നെ നോമ്പെടുത്താൽ മതി. ആ യാത്ര ഒരു ഹലാലായ യാത്രയായ മതി. ഒരു പുണ്യകർമ്മമാകണം, ദീനീ കർമ്മമാകണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി പോകാൻ വിചാരിക്കുക, നിങ്ങൾ ഇവിടുന്ന് വിദേശത്ത് പോകാൻ വിചാരിക്കുക, ഒരു ഹലാലായ യാത്രയാണോ എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. കാരണം യാത്രയിൽ ടൈമിന് ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല, പിന്നെ നോമ്പ് നോൽക്കാനും നോമ്പ് തുറക്കാനും, അപ്പോൾ അവർക്ക് നോമ്പ് ഒഴിവാക്കാം, പിന്നെ നോമ്പെടുക്കാം. ഇനി ഒരാൾ യാത്രയിലായി അല്ലെങ്കിൽ ഒരാൾ രോഗിയായി അയാൾക്ക് നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാലോ, അതല്ലെങ്കിൽ അയാൾക്ക് പിന്നെ എടുക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ രോഗി അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ടും വളരെ ത്യാഗം സഹിച്ചും മാത്രമാണ് നോമ്പെടുക്കാനാവുള്ളൂ എങ്കിലോ, അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്താൽ മതി? അവന് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, വളരെ കഷ്ടപ്പെട്ടും ക്ലേശിച്ചും മാത്രം നോമ്പെടുക്കാനാവുള്ളൂ എന്ന അവസ്ഥയിൽ അവർക്ക് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ മതിയെന്ന. ഓരോ നോമ്പിനും പകരം ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ. അത് നമ്മൾ കൊടുക്കേണ്ടത് സാധാരണ മനുഷ്യൻ കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം, മിതമായ ഭക്ഷണം, ഏറ്റവും മോശമാവരുത്, ഏറ്റവും മുന്തിയതുമാവരുത്. അത് കൊടുത്താൽ അത് കഴിഞ്ഞു. അത് എത്ര എന്നത് കൃത്യമായി ഹദീസിലില്ല. പണ്ഡിതന്മാർ പല അളവും ധാന്യം കൊടുക്കുമ്പോൾ ഇത്ര ധാന്യം, മുദ്ദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ആശയം ഇതാണ്: ഒരു നേരം ഒരു മനുഷ്യന് വയറ് നിറച്ച് കഴിക്കാവുന്ന മാന്യമായ ഭക്ഷണം നമ്മൾ കൊടുക്കുക. ഈ രോഗികളുടെയും പ്രയാസം അനുഭവിക്കുന്നവരുടെയും കൂട്ടത്തിലാണ് പ്രായമായിട്ട് നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകളെയും നോമ്പെടുത്താൽ ശരീരത്തിനോ അല്ലെങ്കിൽ കുഞ്ഞിനോ ബുദ്ധിമുട്ട് വരുമെന്ന് ഭയപ്പെടുന്ന ഗർഭിണികളെയും മുലയൂട്ടുന്ന സന്ദർഭത്തിൽ നോമ്പെടുത്താൽ കുഞ്ഞിന് ആ മുലപ്പാലിൽ പ്രയാസമുണ്ടാക്കും എന്ന് ഉണ്ടെങ്കിൽ ആ മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഈ സമയത്ത് നോമ്പ് ഒഴിവാക്കാമെന്ന് ഖിയാസായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമുക്ക് വിശ്വസിക്കാവുന്ന വലിയ ബിഷഗ്വരന്മാരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. എന്നല്ലാതെ ഞാൻ നോമ്പെടുത്താൽ എനിക്ക് 10-70 വയസ്സായി, നോമ്പെടുത്താൽ ക്ഷീണിച്ചു പോവോ എന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യമല്ല. അല്ലെ ഗർഭിണിയായി ഇപ്പം ഞാനോട് നോമ്പെടുത്താൽ ബുദ്ധിമുട്ടാവുമോ? അതൊക്കെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ക്ഷീണവും നമ്മെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായവും എല്ലാം നോക്കിയിട്ട് ചെയ്യാം. അല്ലാഹു തആല മനുഷ്യനെങ്ങനെ പിടികൂടിച്ച് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദുർമൂർത്തിയൊന്നുമല്ല. അല്ലാഹു തആല മനുഷ്യന് ആശ്വാസം നൽകാനും മനുഷ്യനോട് കാരുണ്യം കാണിക്കാനും മനുഷ്യന് ഇളവ് കൊടുക്കാനും തയ്യാറായിട്ടുള്ള നമ്മുടെ റബ്ബായ റഹ്മാനായ റഹീമായ ഗഫൂറായ അല്ലാഹു ആണ് എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിലെ ആരാധനകൾ അത് വളരെ പ്രായോഗികമാണ്, മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതാണ്, മനുഷ്യന് ഉപകാരപ്പെടുന്നതുമാണ് എന്നാണ്. ഇപ്പോഴും നോക്കൂ നിങ്ങൾ, അത്ഭുതകരമായ ഒരു കാര്യം, ഉപവാസം എന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, പത്രങ്ങളിൽ ലേഖനങ്ങൾ വരുന്നു, ചാനലുകളിൽ ചർച്ച വരുന്നു, പ്രഭാഷണങ്ങൾ വരുന്നു. അതിൽ ഉപവാസത്തെക്കുറിച്ച് പറയുന്ന മുസ്ലിങ്ങളല്ലാത്ത ഡോക്ടർമാർ, ന്യൂട്രീഷ്യന്മാർ, അവരൊക്കെ പറയുന്നത് ഉപവാസം നല്ല ഒരു ചികിത്സയാണെന്നാണ്. വ്രതം നല്ല ഒരു ചികിത്സയാണ്.
അത്രയും നല്ല ഒരു ചികിത്സ വേറെ ഇല്ല എന്നാണ്. പക്ഷെ എന്താണ് ഇത് പറയുന്ന അവർ തന്നെ പറയും, ആ വ്രതം എന്ന് പറയുന്നത് ഇപ്പം മുസ്ലിങ്ങൾ നോൽക്കുന്ന നോമ്പല്ല കേട്ടോ എന്ന്. കൂട്ടത്തിൽ ഇത്രയും കൂടെ പറയും, അത് മുഹമ്മദ് നബി നോറ്റ നോമ്പാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യത്യാസം വന്നു പോയി എന്നാണ്. പകൽ നേരത്ത് മുഴുവനും ഭക്ഷണം കഴിക്കാത്ത നമ്മൾ അതിനൊരു പകരം വീട്ടുന്ന രൂപത്തിൽ മഗ്രിബ് മുതൽ സുബഹി വരെ തിന്നുക എന്ന ഒരു സമ്പ്രദായം വന്നു. അങ്ങനെ വരേണ്ടതല്ല, അത് ഹറാമാണ് എന്ന് പറയല്ല. ഈ പകൽ മുഴുവനും നമ്മൾ നോമ്പെടുത്തിട്ട് അതിൻ്റെ ശാരീരികമായ വൈദ്യശാസ്ത്രപരമായ ഒരു ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ രാത്രിയിലും നമ്മൾ കുറേയൊക്കെ സൂക്ഷ്മത പാലിക്കണം. അതുപോലെ തന്നെ നോമ്പെടുത്ത മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം, ദോഷം ചെയ്യുന്ന ഭക്ഷണം, അശാസ്ത്രീയമായ ഭക്ഷണം ഇന്നതില്ല ഇന്നതെല്ലാമാണ് എന്ന് എല്ലാവരും പറയുന്നു. ഡോക്ടർമാർ പറയുന്നു, ഇതൊക്കെ പഠിച്ച ആളുകൾ പറയുന്നു. നമുക്കറിയാമെങ്കിലും നമ്മൾ അത് അവഗണിക്കുന്നു. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ പഠിക്കണം. ഈ ജീവിതശൈലി രോഗങ്ങൾ, അതാണ് മിക്കവാറും രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലൂടെ നമുക്കുണ്ടാകുന്ന രോഗങ്ങളാണ്. അമിത ഭക്ഷണത്തിലൂടെയും അശാസ്ത്രീയമായ ഭക്ഷണത്തിലൂടെയും അസമയത്തുള്ള ഭക്ഷണത്തിലൂടെയുമാണ്. എല്ലാ വിവരമുള്ളവരും പറയുന്നു, ഒരു മനുഷ്യൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് വെള്ളവും അതുപോലെ പഴങ്ങളുമാണ് അവൻ കഴിക്കേണ്ടത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളവും ഈത്തപ്പഴവുമാണ് കഴിച്ചിരുന്നതെന്നാണ്. അപ്പം കുറച്ച് സമയമെങ്കിലും ശരീരത്തിന് ഒരാശ്വാസം കിട്ടാവുന്ന വിധത്തിൽ അതും നമ്മൾ പരീക്ഷിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പിന്നെ റമദാൻ മാസത്തിൽ നമ്മൾ എല്ലാ അമലുകളും വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിൽപ്പെട്ട അമലുകളാണ് ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും. ഒരു മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുക എന്നത് വളരെ എളുപ്പം. ഒരു നമസ്കാരത്തിൻ്റെ മുമ്പ് 4 പേജ്, ഒരു നമസ്കാരത്തിൻ്റെ ശേഷം 4 പേജും നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതിത്തീരും. ഒരു നമസ്കാരത്തിൻ്റെ മുമ്പ് 4 പേജ്, ഒരു നമസ്കാരത്തിൻ്റെ ശേഷം 4 പേജ്. ഞാൻ ഈ നമസ്കാരവുമായി ബന്ധിപ്പിച്ച് എന്താ അറിയോ, അതിനേതായാലും നമ്മൾ പൊതുവെടുത്ത് പള്ളിയിൽ വന്ന് കാത്തിരുന്ന് ഒരു ശേഷം സമയം ചെലവഴിക്കല്ലോ. അതിൻ്റെ കൂടെ 5 മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് റമദാൻ മാസത്തിൽ ഖുർആൻ ഖത്തം തീർക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ അത്താഴം കഴിച്ച ശേഷം സുബഹി വരെയുള്ള സമയം നമ്മൾ ഉറങ്ങാതിരിക്കുന്ന ഒരു സമയമാണല്ലോ. ആ സമയത്ത് നമ്മൾ ഖുർആൻ ഓതാൻ സാധിക്കും. വെറുതെ ഒഴിവുള്ളപ്പോൾ പറ്റും. പള്ളിയിൽ വന്നിരിക്കുമ്പോൾ ഓതാൻ സാധിക്കും. അതും നമ്മൾ ആക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, റമദാൻ്റെ തുടക്കമായതുകൊണ്ട് ഞാൻ പറയാണ്, റമദാനിൽ ഒരാൾ മറ്റൊരാൾക്ക് നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമായ ഭക്ഷണം നൽകിയാൽ അത് പുണ്യമാണ്. അത് പാവങ്ങളാവണമെന്നൊന്നുമില്ല. അതായത് ഒരു പണക്കാരനായ ഒരാളെ വിളിച്ച് അയാൾക്ക് നോമ്പുറക്കാൻ ഭക്ഷണം കൊടുത്താൽ ഒരു നോമ്പെടുത്ത കൂലി കിട്ടുമെന്നാണ്. അതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമൂഹിക ശാസ്ത്ര സംബന്ധമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു നോമ്പ് വരുമ്പോൾ നമ്മൾ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവും ബന്ധവും വളർത്താൻ ഇതൊരു അവസരമാകുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ കുടുംബക്കാരെ നോമ്പ് തുറപ്പിക്കുന്നത്, അയൽക്കാരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുന്നത്. അതൊക്കെ നല്ലതാണ്. കാരണം നോമ്പ് തുറപ്പിക്കുക എന്നത് ഒരു പുണ്യകർമ്മമാണ്. നമ്മുടെ പള്ളിയിൽ നമ്മൾ എല്ലാ ദിവസവും, ഞാൻ ചോദിച്ചു, ഇവിടെ ഏതാണ്ട് 400-450 ആളുകൾക്ക് എല്ലാ ദിവസവും ചെറിയ നിലക്കുള്ള നോമ്പ് തുറക്കുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ആൾക്കാർ പണം കൊടുക്കുകയാണ്. നമ്മളെ ആളുകൾ ഓരോരുത്തരും ഞാൻ തരാം എന്ന് പറഞ്ഞ് ഓരോ ദിവസവും പണം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് സാമൂഹ്യ സംഘങ്ങൾ അങ്ങനെ റമദാനിൽ പണം കൊടുക്കുന്നുണ്ട് നോമ്പ് തുറപ്പിക്കാൻ. അതേപോലെ തന്നെയാണ് മൊത്തം ദാനധർമ്മങ്ങളുടെ ഒരു പൂക്കാലമാണ് ഈ റമദാൻ മാസം. യാതൊരു മടിയും നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ഈ പള്ളിയിലൊക്കെ തന്നെയും എല്ലാ വക്തനും നമ്മൾ പിരിവ് നടത്തും. നമ്മളെ പള്ളിക്ക് വേണ്ടിയല്ല, നമ്മൾ പിരിവ് നടത്തുന്നത് ചില മദ്രസകൾക്ക് വേണ്ടി, ചില പള്ളികൾക്ക് വേണ്ടി, ചില പാവങ്ങൾക്ക് വേണ്ടി, ചില അറബിക് കോളേജുകൾക്ക് വേണ്ടി, അനാഥശാലകൾക്ക് വേണ്ടി, രോഗ ചികിത്സയ്ക്ക് വേണ്ടി, വീട് നിർമ്മാണത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ച് നമ്മൾ പിരിവ് നടത്തും. അതിൽ നമ്മൾ യാതൊരു മടിയും കൂടാതെ സഹായിക്കണം. കാരണം എന്താണെന്നറിയാം, ഒരു പിരിവ് നടത്തുന്ന ഒരു സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായത് നമുക്കൊരാശ്വാസമാണ്. കാരണം അത് നോക്കാനും പരിശോധിക്കാനും കൃത്യമായി ചെയ്യാനും അത് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കാനും ഇവിടെ ഒരു സംവിധാനമുണ്ട്, ഒരു കമ്മിറ്റിയുണ്ട്. എല്ലാ നാട്ടിലും ഉണ്ടാകും.
ആ നിലക്ക് നമ്മൾ സഹായിക്കണം. ഇന്നും ഇവിടെ പിരിവുണ്ട്. ഇന്ന് പിരിവ് നടത്തുന്നത് നമ്മുടെ ഇതേ ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിൽ നരിക്കുനിയിലുള്ള മലബാർ അറബിക് കോളേജിലെ മക്കളുടെ ഭക്ഷണത്തിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ പൈസ വരുമെന്ന് ഉറപ്പല്ലേ? ഒരു മാസത്തിൽ മിതമായ ഭക്ഷണത്തിന് ഒരു കുട്ടിക്ക് ഒരു 3500 രൂപയെങ്കിലും ചിലവ് വരും. മറ്റ് ചിലവുകൾ വേറെയും വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് പണം നൽകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. റമദാൻ മാസത്തിൽ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലും ഇണകളിലും ഈ ദീനീ ബോധം നിലനിർത്തുന്നതിന് ആവശ്യമായ ചില കാര്യവും കൂടി ചെയ്യണം. അതിലൊന്ന്, നമ്മൾ വീട്ടിൽ ആ നിലക്കുള്ള സംസാരങ്ങൾ ഉണ്ടാവണം. മക്കളോടൊക്കെ നോമ്പുണ്ടോ എന്ന് ചോദിക്കണം. നോമ്പ് നോൽക്കാൻ പ്രേരിപ്പിക്കണം. ഖുർആൻ പാരായണം വീട്ടിലിരുന്ന് നമ്മൾ നടത്തണം. പള്ളിയിൽ പോവാത്ത സന്ദർഭങ്ങളിൽ വീട്ടിലുള്ളവരെ വിളിച്ചു കൂട്ടി ജമാഅത്തായി നമസ്കരിക്കണം. അങ്ങനെ ഒരു നോമ്പിൻ്റെ റമദാനിൻ്റെ ഒരു സാഹചര്യം വീട്ടിലും ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കിത് ഉപകാരപ്പെടും. നമ്മുടെ മാനസികമായ വളർച്ചയ്ക്ക് ഉപകരിക്കും. ദീനിയായ നിലക്ക് നമുക്ക് കൂടുതൽ ഉന്മേഷമുണ്ടാകും. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.